guys, welcome back to my channel. So ഇന്ന് നമ്മൾ വീണ്ടും ഒരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ഇട്ട വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. കുറേ പേര് പറഞ്ഞു നല്ല കുറച്ചൊക്കെ ഫണ്ണി ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നൊക്കെ കുറേ പേര് പറഞ്ഞു. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ഇന്നത്തെ ഒരു പ്രത്യേകത ഉള്ളൊരു വ്ളോഗാണ് ബിക്കോസ് ടുഡേ ഈസ് July 5th and today is my birthday. സോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗ് ഇടാമെന്നാണ്. സോ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത ഇസ് മൈ ബർത്ത്ഡേ ആൻഡ് ടുഡേ ഐ എം ഗോണ ഡു എ ബർത്ത്ഡേ വ്ളോഗ്. ആൻഡ് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സ്ട്രീം അല്ല, ബട്ട് ഈവൻ ദോ ഐ എം സോ ഹാപ്പി. വൈ? ബിക്കോസ് എന്താണ്, കുറേ പേര് എന്നെ വിഷ് ചെയ്തു, എന്താ പറയുക, കുറേ പേര് എന്നെ വിഷ് ചെയ്തു. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു ഫോർ മേക്കിംഗ് മീ ദിസ് മച്ച് ഹാപ്പി ഓൺ മൈ ബർത്ത്ഡേ. ആൻഡ് എന്താ പറയുക, ഐ എം സോ ഹാപ്പി. ആൻഡ് ഞാൻ വിചാരിച്ചു ഹാപ്പിനെസ് വിൽ ടേക്ക് എ വ്ളോഗ്. ആൻഡ് ഓക്കെ, ഞാനിവിടെ കുറേ ആൻറ്റി യൂസ് ചെയ്യുന്നു, ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഈവൻ ദോ ഓക്കെ നോ പ്രോബ്ലം. ആൻഡ് സോ ഐ കെയിം അപ്പ് വിത്ത് എ വ്ളോഗ്. ഐ നോ ഇത് കുറച്ച് ക്രിഞ്ച് ആയിരിക്കും, ബട്ട് എനിക്ക് അറിഞ്ഞൂടാ, ഹാപ്പിനെസ് ഇസ് ലൈക്ക് ക്രിഞ്ച് ഓർ സംതിങ് ഐ തിങ്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏകദേശം ഈ വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ടുഡേ മൈ ഫ്രണ്ട്സ് വിൽ ബി കമ്മിങ് ടു മൈ ഹോം ടു ജസ്റ്റ് സെലിബ്രേറ്റ് വിത്ത് മീ. സോ ഐ എം വെരി മച്ച് എക്സൈറ്റഡ് ആൻഡ് എന്താ പറയുക, ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് അവർ വരുമ്പം. സോ ഗൈസ്, നിങ്ങളും കൂടെ എൻ്റെ ഈ ബർത്ത്ഡേ വ്ളോഗിൽ ബർത്ത്ഡേക്ക് പങ്കെടുക്കണം എന്ന് എനിക്ക് വലിയ താല്പര്യമാണ്, സോ വലിയ ആഗ്രഹമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കാം. സോ ഐ കുഡ് ഷെയർ എവറിത്തിങ് വാട്ട് ഹാപ്പൻസ് ടുഡേ വിത്ത് യു ഗൈസ്. സോ നമുക്ക് വ്ളോഗിലോട്ട് പോവാം. അപ്പം എന്തായാലും ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട്. സോ അതിൻ്റെ അതും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ അമ്പലത്തിൽ പോകണം. അപ്പം അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരണം. സോ അപ്പോൾ കുളിച്ചിട്ട് കാണാം. ബൈ ബൈ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ കുളിച്ച് കഴിഞ്ഞു. അപ്പം ഞാനിപ്പോൾ കുളിച്ച് കഴിഞ്ഞു. ഇനി റെഡിയായിട്ട് അമ്പലത്തിലോട്ട് പോകണം. സോ അമ്പലത്തിൽ പോയിട്ട് നമുക്കപ്പോൾ കാണാം. ബാക്കി റെഡിയായിട്ടൊക്കെ ഞാൻ വരാം. സോ അത് പറ്റാ. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി കഴിഞ്ഞു. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം ഗൈസ്. സോ ഗൈസ്, അപ്പം എല്ലാം കഴിഞ്ഞു. അപ്പം അമ്പലത്തിലൊക്കെ പോയിട്ട് ഞാൻ വന്നു. സോ ഇനി നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് മുട്ടക്കറിയും പുട്ടുമാണ് ഇന്ന് രാവിലത്തെ ഫുഡ്. സോ ഐ ആം ഗോണ ഈറ്റ് മുട്ടക്കറി ആൻഡ് പുട്ട് ടുഡേ. സോ അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കണ്ടാലോ. അപ്പം ഇനി എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പം വരും? 12 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ അതുവരെ ഞാനിവിടെ കുറ്റി അടിച്ചിരിക്കണം. ഓക്കെ, നെവർ മൈൻഡ്. സോ ഇന്നത്തെ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കുർത്തയാണ്. ഇതിൻ്റെ നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് എന്തോ പറഞ്ഞിട്ട്. സോ കഴിച്ചിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കിട്ടുള്ള ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ചെറിയ കുറച്ച് അല്ലറ ചില്ലറ ഒതുക്കൽ പരിപാടികളുണ്ട്. സോ അപ്പോൾ ഇനി ആ ഒതുക്കൽ പരിപാടികളിലോട്ട് ഞാൻ അങ്ങോട്ട് പോവുക. അപ്പം എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഫുള്ളൊക്കെ കണ്ടോ, കുറച്ചൊക്കെ ഒതുക്കാനുണ്ട്. സോ അപ്പം കുറച്ച് സംഭവങ്ങളൊക്കെ ഒതുക്കണം. ആൻഡ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ ഇനി അടുത്ത് ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് ഫ്രണ്ട്സൊക്കെ വന്നതിന് ശേഷമായിരിക്കും. സോ ഇനി എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. കാരണം ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തുപോലെ ഒതുക്കൊക്കെ ചെയ്യണ്ടേ. അപ്പം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് കമ്മലാണെങ്കിൽ മറ്റേ താജ്മഹലല്ല സോറി, ഓക്കെ, എനിക്കിത് ഭയങ്കര വലിയ കമ്മൽ. സോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ എല്ലാം ക്യൂരി മുടിയൊക്കെ നേരെ വേണം കെട്ടണം. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ഞാൻ പോയി എല്ലാം സെറ്റാക്കിയിട്ട് തിരിച്ച് കാണാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാം തൂത്ത് വൃത്തിയാക്കി ഒതുക്കിയൊക്കെ ഏകദേശമൊക്കെ ഒതുക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു നല്ല പണി കിട്ടി. നല്ല പണിയുടെ ചെറിയൊരു പണി. അതെന്തെന്ന് വെച്ചാൽ ഞാൻ സ്റ്റൂൾ എടുത്തിട്ട് തൂത്തുകൊണ്ടിരുന്നപ്പോൾ ആ സ്റ്റൂളിൻ്റെ അടിയിലുള്ള ആ ബുഷിൻ്റെ എന്തോ ഷാർപ്പ് എഡ്ജ് എന്തോ എൻ്റെ കാലം കൊണ്ട് പോയി ഗൈസ്. നല്ല സുഖമുണ്ട് ഇപ്പം. എൻ്റെ കാലിൻ്റെ തള്ളവിരലിൻ്റെ ഈ ഒരു സ്ഥലം തൊലിയോടെ പോയി.
ഇവിടെ ഇപ്പം നല്ല ബ്ലഡ് അധികം വരുന്നില്ല, അതെനിക്കിനി ക്ലീൻ ചെയ്യണം. സോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഐസ് കണ്ടോ, ഇങ്ങനെയാണിപ്പം സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ കാലിൽ ഇവിടെ തൊലിയോടെ ഇളവിപ്പോയി. നല്ല സുഖമുണ്ട്, പക്ഷേ കുഴപ്പമില്ല. എനിക്കിനി അത് ക്ലീൻ ചെയ്യാനാണ് ഒരു പേടി, നീറ്റലുണ്ടാവുമെന്നൊരു ഡൗട്ടുണ്ട്. സോ ഇതാണിപ്പം സംഭവിച്ചത് എൻ്റെ കാലിൽ, കണ്ടോ, സാഡ്. അപ്പം ഇനി എനിക്കത് വൃത്തിയാക്കണം, അത് ക്ലീൻ ചെയ്യണം. വാവ്, കുഴപ്പമില്ല, ഇനിയിപ്പം എന്തെങ്കിലും ആയിരിക്കും. സോ അത് കാല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഇനി ഇപ്പം എത്ര മണിയായി? 11 മണി, ഷാർപ്പ് 11 o'clock. സോ 11 മണിയായി. ഫ്രണ്ട്സൊക്കെ ഇപ്പം വരും, ഒരു 12 മണി 12:30 ഒക്കെ ആകുമ്പോൾ എത്തും. അപ്പം ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ എന്താണ്, അതെ, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കിനി കുറേ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. സോ ഗൈസ്, അപ്പോൾ നമ്മളത് വീണ്ടും, ഞാനിവിടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവർ ഇതുവരെയായിട്ടും വന്നില്ല. 1 മണി ആവാൻ ഇനിയും 5, 10, 15 മിനിറ്റ്സ് കൂടെ ഉണ്ട്. സോ അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ഇത് കഷ്ടമായി, വെയിറ്റിംഗ് പരിപാടി ഭയങ്കര ബോറാണ്. ഞാൻ പിന്നെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം വെളിയിൽ പോയി നോക്കും, വരത്തില്ല. വീണ്ടും പോയി നോക്കും, വരത്തില്ല. അവസാനം ഞാൻ എനിക്കാണെങ്കിൽ ബോറടിച്ച് ഞാൻ പിന്നെ അമ്മയ്ക്ക് കുറേ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. കിച്ചണിലുള്ള ഡ്യൂട്ടീസൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ അല്ലാണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഫുള്ള് എല്ലാം സെറ്റാക്കി വെച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ബോറടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ബുക്ക് വായിക്കാമെന്ന്. ഗൈസ്, ബുക്ക് ഇങ്ങനെ വായിക്കാൻ പോവാണ്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ബുക്കാണ്, ബുക്കുകൾ ഗൈഡ്സ് ടു മർഡർ. സോ അതും വായിച്ചിങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വായിച്ചിട്ട് അവർ വരുമ്പം ചെയ്യാം അല്ലേ. കണ്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ബുക്ക് മാർക്കാണ്. എൻ്റെ സൈഡ് കൊണ്ട് ചാർട്ട് പേപ്പർ വെച്ച് എനിക്ക് ബോറടിച്ചുകൊണ്ട് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതാണ്. ഞാനിപ്പം ഇതിലൊരു 14ാമത്തെ പേജ് എന്തോ ആയി. സോ ഗൈസ്, അപ്പം നമ്മൾ ഇനി എൻ്റെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞു. ഞാൻ ആ കാത്തിരിപ്പ് അവസാനിച്ചു. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് സംവൺ. ആൻഡ് ദിസ് ഇസ് ഇൻസ ഹാസ്മിൻ ആൻഡ് ആൻഡ് കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്. 4 പേരാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. സോ കം ഓൺ ഗൈസ്. This is Badra, that is Padma, and there is Diya. ഒരാൾക്ക് വ്ളോഗ് എടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു, അതോ വന്നു. This is Diya. So these are my friends. അവിടെ വിളിക്കുന്നു. ഓക്കെ, സോ നിങ്ങൾ ഇവരുടെ അടുത്ത് കാര്യം പറഞ്ഞിരിക്കുന്നു. ആൻഡ് ദീസ് ആർ മൈ ഫ്രണ്ട്സ്. ഞാൻ നേരത്തെ കാത്തിരുന്നോണ്ടിരുന്ന ആൾക്കാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. സോ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് ലൈക്ക് റീൽ സംതിങ് ഒക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കുന്ന അറിഞ്ഞൂടാ. ഓക്കെ, വാ. ഞാൻ നിക്കണ കോലം. സോ ഇനി നമുക്ക് എന്താണ്, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്യണം, പിന്നെ കേക്ക് മുറിക്കണം. അല്ല, നമുക്ക് കുറെ വീഡിയോ എടുക്കാനുണ്ട്. സോ അങ്ങനത്തെ വീഡിയോസ് ഞാൻ പറ്റുമെങ്കിൽ വെട്ടി വാഴത്തോട്ടത്തിൽ പോകണം. അതെ, വാഴത്തോട്ടങ്ങളിലും പോകണം. ഓക്കെ ഗൈസ്, സോ അതിനുശേഷം ഞാൻ പിന്നെ വരാം. സ്റ്റേ ട്യൂൺ. സോ ഗൈസ്, അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും വന്നല്ലോ. അപ്പം നമുക്കിനി കഴിക്കാൻ പോവാണ്. സോ കഴിക്കാൻ ഇന്ന് എന്താ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ ബിരിയാണിയാണ് ഗൈസ്. ബിരിയാണി പോയി നോക്കാം. വ്ളോഗ് എടുക്കുന്നത് ഗൈസ്. ഹായ് മമ്മി, യു സീ. ആൻഡ് അപ്പൊ നോക്കൂ, ചീസ് പറയൂ ഗൈസ്. ഹലോ ഗൈസ്. അപ്പൊ നമ്മൾ കഴിക്കാൻ പോകുകയാണ്. കഴിക്കാം. ബിരിയാണി കാണിക്കൂ. നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മൾ വളവിന്റെ കേക്ക് മുറിക്കാൻ പോവാണ്. നമുക്ക് പോയാലോ? ഓക്കെ, ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മാളവിക, ഹാപ്പി ബർത്ത്ഡേ ടു യു. May God bless you, may God bless you. Happy birthday dear Malavika, happy birthday to you.
ഇങ്ങോട്ട് നോക്ക് തിരിഞ്ഞിരുന്ന് ഹാപ്പി ബർത്ത്ഡേ ഞാനിപ്പോ ഇവിടെ കയറ്റി വെക്കാൻ ഹാപ്പി ബർത്ത്ഡേ കേക്ക് തിന്നാൻ പോവുകയാണ്. കേക്ക് കഴിക്കാം. ഗിഫ്റ്റ് ഒക്കെ കിട്ടി. ഞാൻ ഗിഫ്റ്റ് റാപ്പിംഗ് വീഡിയോ സെപ്പറേറ്റ് ഇടാല്ലേ? അതെ സെപ്പറേറ്റ് ഇടാം. സോ ഗൈസ്, അപ്പം നമ്മളിനി എവിടെയാ പോകുന്നത്? നമ്മളിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ സോറി ചെക്കമാൻ. അപ്പം നമ്മളിനി വെളിയിൽ താഴോട്ട് പോകാൻ പോകുകയാണ്. കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട്, കാഴ്ചകൾ കാണാനും. അതെ, റീൽസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുമെങ്കിൽ എടുക്കാം. പറ്റണമല്ലോ. അപ്പം നമുക്ക് എന്താണ് അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു അല്ലേ? അത് വരുന്നതാണ്. അതെ, എത്രയും പെട്ടെന്ന്. അതെ. അപ്പോൾ നമ്മളിനി നേരെ താഴോട്ട് നടക്കണം. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വീഡിയോയും കാണും. പ്രത്യേകിച്ച് ഇന്ന് അല്ലേ, കുഴപ്പമില്ല. എന്തൊക്കെ ചെയ്തു? അതെ, രാവിലെ തൊട്ട് ഞാൻ എന്താ ചെയ്യാൻ? അതെ, രാവിലെ നേരത്തെ എണീച്ചു. എൻ്റെ കുറേ പേര് വിഷു പറഞ്ഞു, താങ്ക് യു പറഞ്ഞ് ഞാൻ മടുത്തു. എൻ്റെ കൈയൊക്കെ കഴിച്ച ആക്ച്വലി. കല്ലെറിയാൻ പറ്റുന്നു. വീട്ടില്ല. ഉറുമ്പ്. സോ ഗൈസ്, അപ്പം നമ്മൾ ചാളച്ചാറ കുളത്തിന് ഇട്ടല്ലേ. അപ്പം ഇവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നല്ല രസം ഇവിടെ നിന്ന് കാണാൻ. ഇവിടെ നല്ല കാറ്റ് വെച്ച് കൊടുക്കത്തെ വെയില്. എവിടെയാ നോക്കൂ. സോ വി ആർ ജസ്റ്റ് ചില്ലിങ്. പൂവെല്ലാം കൊള്ളാല്ലേ? യാ, ഗൈസ് നോക്കൂ. പക്ഷെ അവിടെ ഇരുന്ന് എണീക്കാൻ കുറച്ച് പാടായിരിക്കും. അത് കുഴപ്പമില്ല, നമുക്ക് ചാടി എണീറ്റാ പോരെ. ഇരുന്നുണ്ടല്ലോ ഫോട്ടോ മറ്റൊരു. നല്ല വ്യൂ ആണ് ഗൈസ്. ജസ്റ്റ് ചില്ലിങ് ഔട്ട് അല്ലേ? നല്ല രസമുണ്ട്. പേടിക്കണ്ട, ഞങ്ങൾ വീഴത്തില്ല, സൂക്ഷിച്ചോളാം. നല്ല ഫ്രിക്ഷനുള്ള സ്ഥലം. അതെ. അപ്പം ജസ്റ്റ് ചില്ലിങ് ആൻഡ് കുറച്ച് റീൽ എടുക്കാമല്ലേ? അതെ. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു. റീൽസൊക്കെ ഉടനെ വരുന്നതായിരിക്കും അല്ലേ? അതെ. അതെ. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ till then, നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ. ടാറ്റാ.